ഏപ്രിൽ മാസം 8-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6 മണി കഴിഞ്ഞ് 36 ആയിരിക്കുകയാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെ പാറയിൽ പള്ളിയിലെത്തിയിരിക്കുകയാണ്. പാറയപ്പള്ളിയും കട്ടിത്തരാം പഴയ പാട്ടൊക്കെയാണ്. പണ്ട് SH ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 1993 10-33 വർഷങ്ങൾക്ക് മുമ്പ് പാറയപ്പള്ളിയിലൊക്കെ സ്ഥിരം വരുമായിരുന്നു. അതുകൊണ്ടൊരു സ്പെഷ്യൽ ഫീലാണ്. പുതിയ ദേവാലയം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. ഒരു വൻ ദേവാലയമാണ്. അതുകൊണ്ട് നല്ല ഓർമ്മകൾ, സ്കൂൾ ജീവിതത്തിൽ ഓർമ്മകളും ഒക്കെ വരുന്നുണ്ട്. ഇത്രയും വലിയ ദേവാലയമൊക്കെ എന്തിനാ പണിയുന്ന, കാശ് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. ശലോമോന്റെ ദേവാലയമൊക്കെ എന്തുമാത്രം പണം ചെലവഴിച്ചാണ്. യേശുവിനോടും ചോദിച്ചതാണ്, എന്തിനാ ഇത്ര വിലയേറിയ തൈലമൊക്കെ നിനക്ക് വേണ്ടി വേസ്റ്റ് ആക്കുന്നത്, പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചതാണ്. എന്ന് യേശു കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. പാവങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാനാണ് പള്ളി പണി ചെയ്യാത്ത സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് പൈസയുണ്ട്. അതുകൊണ്ട് ഇത് സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ ഇങ്ങനത്തെ ആരാധനാലയങ്ങളും വലിയ വൻ നിർമ്മിതികളും ബുർജ് ഖലീഫയൊക്കെ എന്തിനാ പണിയുന്നതെന്ന് ചോദിക്കുന്നില്ലല്ലോ. ഗിസായിലെ പിരമിഡും ലീനിങ് ടവർ ഓഫ് പിസായും താജ്മഹൽ, അതൊക്കെ ചരിത്രത്തിന്റെ മനോഹര ഏടുകളാണ്. മാനവചരിത്രം കൂടുതൽ സൗന്ദര്യം വരും. അതിന് പിന്നിൽ ഒത്തിരി പേരെ അടിച്ചമർത്തിയാണ്, ഒത്തിരി പേരുടെ ചോരയും വേർപ്പും കൊണ്ടാണ് ഇങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നത്. ഒത്തിരി ഹിസ്റ്ററി ഈസ് നെവർ മൊണോട്ടമസ്. ഒത്തിരി മിസ്റ്ററി ഉള്ളതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് പാറേപ്പള്ളി, ചങ്ങനാശ്ശേരി. നല്ല ഒരു ഫീലാണ് ഇവിടെ വൈകിട്ട് വന്ന് നിൽക്കാനും ഒക്കെ. ഒന്നാം ദിവ്യരഹസ്യം, സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ, ജപമാല, റോസറി, പ്രാർത്ഥനകളൊക്കെ പല കാര്യങ്ങളാണ്. കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളൊക്കെ ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ചങ്ങനാശ്ശേരി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. വണ്ടർഫുൾ മൊമെന്റ്സ്, ഗ്രേസ്ഫുൾ മൊമെന്റ്സ്. SH വെച്ച് പഠിച്ച പാട്ട് പാടത്തെ എൻ്റെ തൊണ്ട പോയിരിക്കുകയാണ്, എന്നാലും ഞാൻ പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നടത്തണേ, ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെയും ഘോഷിക്കാം. സ്നേഹരൂപിയെ മേഘജാലയാം സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യഗീതമായി. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണേലും ആത്മീയത മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചൈതന്യമാണ്. മതത്തിന് മതം പൊട്ടരുത്. മതത്തിന് മതം പൊട്ടുന്നത് വർഗീയതയാണ്. എന്നാൽ ആത്മീയത ആത്മാവിന്റെ തേജസ്സാണ്, സൗന്ദര്യമാണ്, ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. വിനോദമുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു ദേശത്തെ കത്തീഡ്രൽ നിർമ്മാണത്തെ പറ്റിയുള്ള കഥയാണ് ഓർമ്മ വരുന്നത്. പല ആൾക്കാർ പലതരം ജോലികൾ ചെയ്യുകയാണ്. ഒരാൾ കല്ല് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അയാളോട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുകയാണ്? ഞാനൊരു കത്തീഡ്രൽ നിർമ്മിക്കുവാനായി കല്ല് രാഗി മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ കത്തീഡ്രലിൽ വെക്കുവാൻ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ ഈ കല്ലുകളൊക്കെ ഉറപ്പിക്കുവാനായി സിമന്റ് മിശ്രിതം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലരും പല ജോലികൾ പറഞ്ഞപ്പോൾ അവിടെ ചിരിച്ച് സന്തോഷത്തോടെ ഈ തൊഴിലാളികൾക്കെല്ലാം വെള്ളം കൊടുക്കുന്ന ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു. അവനോട് ചോദിച്ചു, മകനെ നീ എന്ത് ചെയ്യുകയാണ്? അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞാനൊരു കത്തീഡ്രൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആത്മാവിലാണ് ഒരു കത്തീഡ്രൽ
നിർമ്മിക്കേണ്ടത് ഒരു ദേശത്തിന്റെ ജനതയുടെ ആത്മാവിന്റെ ഒരുമിച്ചുള്ള പ്രവർത്തനം. തീർച്ചയായിട്ടും ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ദൈവവുമായിട്ടുള്ള ആത്മീയ സംസർഗത്തിന് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ ദൈവത്തിന് ആത്മീയതയ്ക്കൊക്കെ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ഈ പള്ളി വന്ന് നിൽക്കുമ്പോൾ ജിജു എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് പള്ളി? അടിപൊളിയാണോ? നല്ല മനോഹരമായ ദേവാലയം. ഇങ്ങനെയൊക്കെ ദേവാലയം ഉണ്ടാക്കിയെങ്കിലേ നമുക്കൊരു ഭക്തിയും ഒരു ഭക്തി, ഒരു ബഹുമാനമൊക്കെ ദൈവത്തോട് നമ്മൾ തോന്നത്തുള്ളൂ. ശലോമോൻ പണിഞ്ഞതാ മറ്റേ ദേവാലയ കൂദാശന സമയത്തുള്ള പാട്ടാണ് സേനയിൻ യഹോവയേ. അതൊരു ലൈനാണ്, ശലോമോൻ പണിഞ്ഞതാ ദേവാലയം. അതെ, സ്പിരിച്വാലിറ്റിയുടെ കോറ് പറയുവാണെങ്കിൽ ശലോമോൻ ദേവാലയം, യെരുശലേം ദേവാലയം അതിന്റെ സകല മഹത്വത്തിലും ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ശലോമോൻ പറയുന്നുണ്ട്, സ്വർഗത്തിലും സ്വർഗത്തിലും ദൈവമേ അങ്ങ് അടങ്ങുകയില്ല, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ചെറിയ ആലയത്തിൽ എങ്ങനെ അടങ്ങും? അത് ആ ഒരു വിനയം മനുഷ്യന് വേണം. അല്ലാതെ ഞാൻ പണിത പള്ളി വന്ന് ദൈവം ഇരുന്നോണം, എൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ദൈവം പ്രവൃത്തികൾ ചെയ്തോണെന്നുള്ള ആ വിചാരം വേണ്ട. ശലോമോന്റെ സ്പിരിച്വാലിറ്റിയാണ്. എങ്കിലും നിന്റെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ ചെയ്യുന്ന അപേക്ഷ ദയവ് ചെയ്ത് കേൾക്കണമേ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ കോർ ഓഫ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കീഴടക്കാനൊന്നും ഒക്കത്തില്ല, ദൈവത്തെ കൺട്രോൾ ചെയ്യാനും ഒക്കത്തില്ല. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വീശുന്ന പരിശുദ്ധാത്മാവാവുന്ന കാറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ, പരിശുദ്ധ ആവി എന്നാണ്. ആവി എന്ന് പറഞ്ഞാൽ കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. നമ്മളിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. റിയലി സ്പിരിച്വൽ അതുകൊണ്ട് ഞങ്ങള് സൈൻ ഓഫ് ചെയ്യുവാണ്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ഗ്രേറ്റ് ലീഡേഴ്സ് ക്രിയേറ്റ് ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലേറ്റർ ദീസ് ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ഗ്രേറ്റ് ലീഡേഴ്സ്. ആഗോള ക്രൈസ്തവ സഭ അങ്ങനത്തെ ഒരു വലിയൊരു മഹത് പ്രസ്ഥാനമാണ്. കാലാകാലങ്ങളിലായി മഹത് നേതാക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2000 വർഷത്തെ കണ്ടിന്യൂറ്റി അവകാശപ്പെടാവുന്ന ക്രിസ്തു സഭ ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു സഭ. ഈ പാറൽപ്പള്ളിയുടെ കൂദാശ നവംബർ 21-നാണ്. 22-ാം തീയതി യുവജനങ്ങൾക്കായുള്ള കുർബാനയും പ്രത്യേക യുവജന സംഗമവുമാണ്. യുവജനങ്ങളാണ് സഭയുടെ ഭാവി എന്നുള്ള ദർശനത്തിലാണ് അങ്ങനെ ഒരു പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പള്ളിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. വലിയൊരു ബിഗ് കത്തീഡ്രലാണ് പണിയുന്നത്. നല്ലൊരു കളക്റ്റീവ് എഫേർട്ട്. ഇതൊരു മറിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അമ്മ മറിയം മധ്യസ്ഥയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. സാധാരണ വിശ്വാസിക്ക് അമ്മ എന്നുള്ളതൊരു പ്രത്യേക ഫീലിംഗ് ആണ്, സ്നേഹമാണ്, കരുണയാണ്, ആശ്വാസമാണ്, ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. മധ്യനൂറ്റാണ്ടുകളിൽ റിഫർമേഷൻ, റിനേസൻസ് ഒക്കെ വരുന്ന സമയത്താണ്, ഒത്തിരി ക്രൂരതയൊക്കെ നടമാടിയിരുന്ന സമയത്ത് ജനത്തിന് കരഞ്ഞ് നിലവിളിച്ച് അമ്മയെന്ന് വിളിക്കാൻ ഒരു മദർ മേരി ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ മറിയൻ ട്രഡീഷന് ഇത്ര ശക്തി വരുന്നത്. ജപമാലയൊക്കെ പ്രാർത്ഥിച്ച് അമ്മയെന്ന് വിളിക്കുമ്പോൾ എത്രയോ തലമുറകൾക്ക് ആശ്വാസം നൽകുകയാണെന്നറിയാം. അതുകൊണ്ട് തിയോളജിയുടെ തലനാരിഴ കീറി മുറിച്ചുള്ള പരിശോധനയിടയിൽ അമ്മ മറിയം മധ്യസ്ഥയാണോ അല്ലയോ, യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എന്നാലും ജനത്തിൻ്റെ ഹൃദയത്തിൽ അമ്മ മദർ മേരി സ്റ്റിൽ വെരി ടച്ചിങ്. യേശു ക്രിസ്തു എന്നുള്ള പേരും അതുപോലെ തന്നെ യേശു എന്ന നാമം, യേശു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു ഫീലാണ്. പിന്നെ എല്ലാം ഈ വർഗീയത വന്നാ കുളമാക്കിയത് കേട്ടോ. മനുഷ്യന് സ്പിരിച്വാലിറ്റി എന്ത് നന്മ തരുമെന്നറിയാം.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ യുവജനങ്ങളെ, ദൈവത്തെ ഓർത്ത്, ദൈവം ഓരോരുത്തരെ ഓരോ മതത്തിലാക്കിയിരിക്കുകയാണ്. അതൊക്കെ ജനിക്കുമ്പോഴേ ഉള്ളതാണ്. നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ഏറ്റവും മനോഹരമായിട്ട് നന്മയോടെ നന്മ ചെയ്യുക, സ്നേഹിക്കുക, സമാധാനം 70 ഏറെയായ 80 മാത്രം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി തല്ലി ഞാൻ ഒന്നും പറയുന്നു അതൊന്നുമല്ല. നമ്മൾ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകം ഒരു പറുദീസയാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാതിരിക്കുകയാണ്. ജീവിക്കുന്ന ഈ ലോകത്തിൽ സ്വർഗം ഉണ്ടാക്കാമെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അവിടെ അയലോക്കക്കാരൻ്റെ അയലോക്കക്കാരൻ്റെ മാവിലെ ഇല വീണെന്നും പറഞ്ഞ ഏറ്റവും വലിയ അടിയല്ലേ. അവന് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, അവനെ ഇരുട്ടടി അടിക്കുന്നു, എന്തൊക്കെ ഇടപാടാ. ഇപ്പൊ മാവ് പൂക്കുന്ന കാലമാ. ചില പുള്ളികൾ മാങ്ങ കൊടുക്കത്തില്ല, റോഡിലോട്ട് കിടക്കും. 500,000 മാങ്ങയുണ്ട്, ഒറ്റ മാങ്ങ കൊടുക്കത്തില്ല. എന്തോ മനുഷ്യരാന്ന്. എല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് പോവാണോ? വരിച്ചു കഴിയുമ്പോൾ ശവപ്പെട്ടിയിലോട്ട് ഇടണോ 5-6 മാങ്ങ? അതെന്നൊക്കെ ശരിയാണോ? തീർച്ചയായിട്ടും 6 അടി മണ്ണ് മാത്രം. അതുകൊണ്ട് മനുഷ്യരെ ദൈവം ലോകത്തിലാക്കിയിരിക്കുന്നത് സ്നേഹിക്കുവാനും ദൈവരാജ്യം, സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാനുമാണ്. അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനമാണ്. അതിനാണ് ദേവാലയങ്ങൾ, അതിനാണ് ആത്മീയത, അതിനാണ് ദൈവം.